ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലൈഫ് ഓഫ് ലവ്ലി. ഇന്ന് എൻ്റെ തറവാട്ടിലെ ചെടികളെ കാണിക്കാനാണ് പോകുന്നത്. അവിടെ എല്ലാം ഞാൻ നട്ടിരിക്കുന്നത് ഇലച്ചെടികളും അങ്ങനെയുള്ള ചെടികളാണ്. അവിടെ അധികം വെയിൽ തട്ടാത്ത സ്ഥലമാണ്, അതുകൊണ്ട് പൂക്കളധികം ഉണ്ടാവില്ല. അതുകൊണ്ട് കൂടുതൽ ഇലകളുള്ള ചെടികളാണ്. ഇലകൾ കുറേ നശിച്ചു പോയി, എന്നാലും കുറേയൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ചില സമയത്ത് എൻ്റെ മൂഡ് ചേഞ്ച് ആവും, അപ്പോൾ ആ ചെടീനോടുള്ള ഇഷ്ടമെല്ലാം കുറഞ്ഞിരിക്കും. അപ്പോൾ ആ സമയത്ത് ചെടിയെല്ലാം ഉണങ്ങിയിട്ടുണ്ടാവും. പിന്നെ രണ്ടാമതും എല്ലാം റീപ്പോർട്ട് ചെയ്ത് ശരിയാക്കും. ഇതൊക്കെ കൂടുതലും ഞാൻ അമ്മേൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചതും പിന്നെ അങ്ങനെയുള്ള ചെടികളൊക്കെയാണ്. ഞാനങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ വാങ്ങിക്കാറൊന്നുമില്ല ഈ ചെടികൾ. പക്ഷെ പൂക്കളുള്ള ചെടികൾ ഞാൻ വിത്തൊക്കെ ഞാൻ വാങ്ങിച്ചു തന്നെയാണ്. ഈ ചെടീൻ്റെ വെറൈറ്റി കുറേ ഉണ്ട്. ഇതിന് നന്നായിട്ട് വെള്ളം ആവശ്യം. അതിൻ്റെ പല ടൈപ്പ് ഇലകളുണ്ട്. ഇതൊക്കെ എല്ലാം നശിച്ചു പോയതാണ്, പക്ഷേ എല്ലാം റിപ്പോർട്ട് ചെയ്തിട്ട് രണ്ടാമതും എല്ലാം ഓക്കെ ആക്കി. ചില സമയത്ത് എനിക്ക് വല്ലാതെ മൂഡ് ചേഞ്ച് ആണ്, ഒരു ഒറ്റപ്പെട്ട ഫീലും എന്തൊക്കെയോ ഒരു പ്രശ്നമാണ് എനിക്ക്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇങ്ങനെ ചെടികളൊന്നും ശ്രദ്ധിക്കാതിരിക്കും. അപ്പോൾ എല്ലാം ഉണങ്ങി കിട്ടി. പിന്നെ കുറച്ചും കൂടി വളം കൊടുത്തു കഴിഞ്ഞാൽ ഇലകളൊക്കെ തുളുത്ത് വരും. ഇതിന് നല്ലോണം വെള്ളം ആവശ്യമുണ്ട്. അതുകൊണ്ട് മഴേൻ്റെ സമയത്ത് നന്നായിട്ട് ഇത് ഉഷാറായിട്ട് വരും. ഇത് ബോർഡർ ചെടിയൊക്കെ കാട് വെച്ച് കയറിയിട്ടുണ്ട്, അതൊക്കെ ഇനി മുറിച്ച് കൊടുക്കണം. ഇതൊക്കെ പണ്ടിയുള്ള ചെടികൾ. ഇത് ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ഇത് നല്ല ബുഷ് പോലെയായിട്ട് നല്ല ബോർഡറായിട്ട് മതിൽ കെട്ടി പോലെയായിരുന്നു ഈ ചെടിയൊക്കെ. നല്ല ഭംഗിയായിരുന്നു. പക്ഷേ ഇവിടെ റോഡ് വന്നപ്പോൾ അതൊക്കെ പൊരിച്ച് കളഞ്ഞ് രണ്ടാമതും റിപ്പോർട്ട് ചെയ്തതാണ്. പിന്നെ എനിക്ക് മുറിച്ച് കൊടുക്കാനുള്ള കത്രിക ഒന്നും നല്ലതില്ല, അതുകൊണ്ട് മുറിച്ച് കഴിഞ്ഞാൽ ഷേപ്പാക്കി കൊടുക്കണം. നല്ല ഭംഗിയായിട്ട് ഇത് വരും. ഇത് ഞാൻ മസ്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന മണി പ്ലാന്റ് ആണ്. അതിപ്പോൾ നന്നായിട്ട് ഉഷാറായിട്ട് വന്ന് കിടക്കുന്നുണ്ട്. ഇതെൻ്റെ പുതിയ വീട്ടിലെ റോസാപ്പൂക്കളാണ്. നന്നായിട്ട് പൂ വിരിഞ്ഞിട്ടുണ്ട്. എപ്പോഴും ഇതിങ്ങനെ പൂ വിരിഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ പറ്റില്ല 4-5 ടൈപ്പ് റോസാപ്പൂ തന്നെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ നാടൻ റോസാണ്. നിറച്ചും പൂക്കളുണ്ടാവും. എപ്പോഴും ഏത് ടൈമും ഇത് പൂക്കളുണ്ടായിക്കൊണ്ടിരിക്കും.